കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമുക്കങ്ങനെ വരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് സർവ്വവിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരവും അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് വാതിൽപ്പടി അങ്ങോട്ട് കയറാം. വാതിൽപ്പടിയിൽ കൂടെ അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കിടാവിളക്കൊക്കെ കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നൊരു വലിയ താമര കാണാനുണ്ട്. താമര ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ ചുവന്ന പട്ടമൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞ് വെച്ച് അങ്ങനെ താമരയാണ് കാണാനുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മുടെ പൊന്നുണ്ണിയുടെ 2 കാൽപാദങ്ങൾ കാണാണ്ട് നിൽക്കുകയാണ്. ആ കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്ത് താമരക്കണ്ണനായിട്ടാട്ടോ. അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, അതേപോലെ കൈവളകൾ കാണാണ്ട് തോൾവളകൾ കാണിച്ചിട്ടുണ്ട്. 2 കൈ കൊണ്ടും ആ വലിയ പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ച് ചുണ്ടോട് അടുപ്പിക്കുകയാണ്. വായന തുടങ്ങിയിട്ടില്ല. വേണുഗോപാല അതായത് വേണു ഊതൽ തുടങ്ങിയിട്ടില്ല. അങ്ങനെ പിടിച്ചിങ്ങനെ ചുണ്ടോട് കൊണ്ടുപോവുക. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ചിരി തന്നെ എന്ത് രസമാണെന്നറിയോ. ഞാനിപ്പോൾ ഓടക്കുഴൽ വായിച്ചു തരാം, നിങ്ങളൊക്കെ കേട്ടോളൂ കേട്ടോ, മതി മറന്നിരുന്നോളൂ എന്ന് പറഞ്ഞിട്ടേ ആ ഒരു കാഴ്ചയാണ്, ആ പറച്ചിലാണ്. അങ്ങനെ മുകളിൽ നോക്കിയാൽ തിരുനെറ്റിയിൽ ഗോപീതിലകം കാണാണ്ട്, അതേപോലെ തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്, പീലി ഉണ്ടാക്കിയിട്ടുണ്ട് കളവും കൊണ്ട്. തിരുമുടിമാല ഒരെണ്ണമാണ്, വെളുത്ത പൂവും തെച്ചിയും തുളസിയും കൂടി. അതേപോലെ വലിയ ഉണ്ടമാല 2 ഉണ്ട്. അതൊന്ന് ചുവന്ന താമരയും പിന്നെ തെച്ചിയായിട്ടുള്ളതും, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയാണ്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. സ്വർണത്തിൻ്റെയൊക്കെ ഇങ്ങനെ തിളക്കാണ് നമ്മൾക്ക് പുറത്തേക്ക് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ താമരയിൽ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണുകയാണെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ഇപ്പോൾ ആ സോപാനപ്പടിയിലാണ്. ഭഗവാനെ ദർശിക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം, ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടുന്ന് നമ്മൾ തൊഴുതിറങ്ങിയാൽ നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളി അതേപോലെ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ പുറത്തേക്ക് ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് വന്ന സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ കോർണറിലെത്തിയ ചെറിയ ഗണേശനെയൊക്കെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ മേൽശാന്തി തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്ന മേൽശാന്തിയാണ്. അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ ആ ഗജേന്ദ്രമോക്ഷവും വാമന രൂപവും ഒക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക.
നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം, അത് കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ മുരുകനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് പിന്നെ നേരെ വന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെ കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണനെ കണ്ട് തൊഴുത് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൊടിമരമൊക്കെ കാണാം. ഒക്കെ കണ്ട് പിന്നെ മണിക്കിണറും നൃത്താറയും അതേപോലെ കുറൂരമ്മേനി നാരദരെയും വസുദേവരെയും ഉണ്ണിക്കണ്ണനൊക്കെ ഇങ്ങനെ കണ്ട് മേൽപ്പത്തൂരിനെയും ഒക്കെ കണ്ട് അങ്ങനെ വന്ന് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് നേരെ നമ്മൾ പ്രസാദം കൊടുക്കുന്ന പ്രസാദ കൗണ്ടറിൽ വന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് എത്തിയിട്ട് ഭഗവതിയെ കാണുക, തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പം മമ്മിയൂർ പോയ ദർശനം കിട്ടിയ പോലെയാവും. അങ്ങനെ അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്ത് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് താമരക്കണ്ണനെ കണ്ട് തൊഴാം. നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് അങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യത്തെ ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ തെക്കേ നടയിൽ വന്ന് കൂവളത്തെയും പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.